ശ്രീ ബാലകൃഷ്ണൻ പെരിയ, താങ്കൾ അടുത്ത കാലം വരെ കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന വ്യക്തിയാണ്. ഇപ്പോൾ പാർട്ടി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് കോൺഗ്രസ് നേതാക്കളുടെ കോഴയിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ നേതാവും എൻ വിജയനും മകനും ജീവനൊടുക്കിയ സംഭവത്തിൽ കുടുംബത്തിന്റെ പരാതി ന്യായമാണ് എന്നാണ് അന്വേഷണ സമിതി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഈ കുടുംബത്തിന് സഹായവും സംരക്ഷണവും പാർട്ടി ഉറപ്പു നൽകുന്നു എന്നും ഈ റിപ്പോർട്ടിലുണ്ട്. 4 സമിതിയുടെ റിപ്പോർട്ടാണല്ലോ. പാർട്ടി നേതൃത്വം മതിയായ ജാഗ്രത കാട്ടിയില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും നേതാക്കൾക്ക് ഈ മരണത്തിൽ പങ്കുണ്ടോ എന്ന കാര്യം റിപ്പോർട്ടിൽ പറയുന്നേയില്ല. ഇങ്ങനെയൊരു കാര്യം പറയാൻ ഒരു സമിതി രൂപീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അത് ഒറ്റ നോട്ടത്തിൽ തന്നെ ബോധ്യമായ കാര്യമാണ്. പാർട്ടി നേതൃത്വം മതിയായ ജാഗ്രത കാട്ടിയില്ല. കാരണം ആത്മഹത്യാക്കുറിപ്പിൽ നേതാക്കളുടെ പേരടക്കം നടന്ന കാര്യങ്ങളടക്കം എഴുതി വെച്ചിട്ടാണല്ലോ എൻ വിജയൻ മരിച്ചത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് സമവായത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രശ്നപരിഹാരത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉടമയാണ്. അദ്ദേഹം അച്ചടക്ക സമിതിയുടെ ചെയർമാനാണ്. പക്ഷേ ദീർഘകാലമായി അദ്ദേഹത്തിൻ്റെ അച്ചടക്ക സമിതിക്ക് ഒരു പുല്ലുവില കൽപ്പിക്കാത്ത KPCC നേതൃത്വമാണ് ഇവിടെ നിൽക്കുന്നത്. അദ്ദേഹത്തെ തന്നെയാണ് ശ്രീ MK രാഘവനെതിരായി കണ്ണൂരിൽ ഒരു വലിയ പ്രതിഷേധം നമ്മളെല്ലാവരും കണ്ടതാണ്, ഒരു പോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട്. ആ സമയത്തേക്ക് അവിടത്തേക്ക് വിട്ടതും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ്. അന്ന് അദ്ദേഹം വളരെ കൃത്യമായി പ്രശ്നം പരിഹരിച്ച് തിരിച്ചു വന്നു. ഇന്നിപ്പോൾ വയനാട്ടിലേക്കും അദ്ദേഹത്തെ തന്നെയാണ് വിട്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ കമ്മിറ്റിയിൽ 4 പേരാണുള്ളത്. അതിൽ 3 പേർ, ഒന്ന് സണ്ണി ജോസഫ്, അതുപോലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ശ്രീ TN പ്രതാപൻ. 4മതൊരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ജയന്ത് എന്നാണ്. അദ്ദേഹം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അറ്റാച്ച്ഡ് സെക്രട്ടറിയാണ്. അറ്റാച്ച്ഡ് സെക്രട്ടറി എന്ന് പറയുന്നത് കേരളത്തിൽ ആദ്യമായി പിറവി കൊണ്ട ഒരു രൂപമാണ്. ശ്രീ K സുധാകരൻ എന്താണോ പറയേണ്ടത് അത് നിശ്ചയിക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ സ്വാഭാവികമായും ഈ 3 പേർ എത്ര സത്യസന്ധമായ റിപ്പോർട്ട് നൽകിയാലും ആത്യന്തികമായി ഈ വിഷയത്തിൽ ഒരു പരിഹാര ദർശനം നൽകുന്നത് ജയന്തായിരിക്കും. അപ്പോൾ ആ ജയന്തിന് കൃത്യമായിട്ടുള്ള അജണ്ട ഈ വിഷയത്തിലും, പ്രത്യേകിച്ച് വയനാട്ടിലെ വിഷയത്തിലുണ്ട്. ഞാൻ സ്മൃതി പറയുന്നു, ഈ വയനാട്ടിൽ ഒരു ഭാഗത്ത് കടുവ രാധയെ പോലുള്ള പ്രിയപ്പെട്ടവരെ കടിച്ചു തിന്നുമ്പോൾ മറുഭാഗത്ത് സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകന്മാരെ കടിച്ചു തിന്നുന്ന ഒരു അഴിമതി മാഫിയ സംഘം വയനാട്ടിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും, കേരളത്തിലെ ഏകദേശം 1600-ലധികം വരുന്ന സഹകരണ സ്ഥാപനങ്ങളിൽ, ഞാൻ വരുന്ന കാസർഗോഡ്, ഒറ്റ ഉദാഹരണം പറഞ്ഞ് നമുക്ക് ആരംഭിക്കാം. ശ്രീ AK ആന്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ഏറ്റവും വലിയ അഴിമതി കുംഭകോണം കാസർഗോഡ് ജില്ലയിൽ ജില്ലാ ബാങ്കുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. ഏകദേശം 135 ആളുകളോട് കൈക്കൂലി വാങ്ങിച്ചു സമ്പൂർണ്ണ കോൺഗ്രസ് നേതൃത്വം. ആ കൈക്കൂലി വാങ്ങിച്ചതിനെ തുടർന്നാണ് കേരളത്തിലെ അപ്പെക്സ് ബാങ്കുകളുടെ നിയമനം PSCക്ക് വിടാൻ AK ആന്റണി തീരുമാനിച്ചത്. പക്ഷേ അന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടത്, ആ കേസിൽ പ്രതിയായിരുന്ന ആളുകൾ ഇപ്പോഴും വിജിലൻസ് കേസിൽ, തലശ്ശേരി വിജിലൻസ് കേസിൽ ആ കേസ് 30 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കേസിലെ പ്രതികളെ ആരെയും തന്നെ പാർട്ടി അന്നും അച്ചടക്ക നടപടിക്ക് വിധേയരാക്കിയിട്ടില്ല. അതിനുശേഷം അവരുടെ തായ്വഴികളിൽ വരുന്ന ആളുകൾക്ക് മത്സരിക്കാൻ സീറ്റ് കൊടുക്കുക, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി നേതാക്കന്മാർ ഉച്ചഭക്ഷണം കഴിക്കുക, വിശ്രമിക്കാൻ സ്ഥലം കണ്ടെത്തുക എന്നുള്ള രീതിയിൽ അംഗീകരിക്കുകയാണ്. അഴിമതി നടത്തിയ നേതാക്കന്മാരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ അവർ അംഗീകരിക്കുക. ഇപ്പം ഇതേ തന്നെ ഈ വയനാട്ടിൽ തന്നെ നിങ്ങൾ നോക്കൂ, KK എബ്രഹാം എന്ന് പറയുന്ന KPCC ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിനെതിരെ ഒരു വിഷയം ഉണ്ടായപ്പോൾ പാർട്ടി അദ്ദേഹത്തെ ഒന്നടങ്കം തള്ളിക്കളഞ്ഞു. പക്ഷെ IC ബാലകൃഷ്ണനെതിരെ വിഷയം വന്നപ്പോൾ ഏതറ്റം വരെയും പോയി പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ഓർമ്മിക്കേണ്ടത്, ഈ പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരിയും വിറക് വെട്ടിയും ജീവിച്ച ഒരു മനുഷ്യൻ, അവിടുത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ട്രഷററായി പ്രവർത്തിച്ച ഒരു മനുഷ്യനെ അഴിമതിയുടെ വിവിധ ഘട്ടങ്ങളിൽ കൃത്യമായി 2 DCC പ്രസിഡന്റുമാരും ഈ MLAയും ഉപയോഗിച്ചു. ഏകദേശം 45 ലക്ഷത്തിലധികം രൂപ നേരിട്ട് വാങ്ങിച്ചതിൻ്റെ തെളിവുകൾ വന്നു. അതിനുശേഷം അദ്ദേഹം ഞാനിതാ ആത്മഹത്യ ചെയ്യും എന്ന കുറിപ്പ് സമ്പൂർണ്ണ ലീഡർഷിപ്പിന് അദ്ദേഹം അയച്ചു. ആ അയച്ചതിന് ശേഷം അതിനകത്തൊരു വരി
ഒന്ന് ചോദിക്കാൻ, എഴുതാൻ, പറയാൻ, ആശ്വസിപ്പിക്കാൻ, ഒരു ഫോൺ കോൾ വിളിക്കാൻ പോലും തയ്യാറാകാത്ത ഒരു നേതൃത്വം ഏതെങ്കിലും രീതിയിലുള്ള നടപടി ഇപ്പോൾ എടുക്കുമോ? ഈ പാർട്ടിയുടെ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് പ്രാഥമിക റിപ്പോർട്ടാണെന്നും ഇനി അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കും, അന്തിമ റിപ്പോർട്ട് പിന്നീട് നൽകും എന്നൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇവിടെ ഒരു വശത്ത് പോലീസ് അന്വേഷണമുണ്ടല്ലോ, കോൺഗ്രസിന്റെ ഒരു MLA തന്നെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് കോൺഗ്രസ് പാർട്ടി ഒരു റിപ്പോർട്ട് നൽകുമോ? രാഷ്ട്രീയമായി ചിന്തിക്കുമ്പോൾ MLA സംരക്ഷിക്കുക, MLAയുടെ രാജി ഒഴിവാക്കുക എന്നായിരിക്കില്ലേ അവർ പ്രാഥമികമായി പാർട്ടി ആലോചിക്കുക. ഇപ്പോൾ അപ്പുറത്ത് CPMന്റെ കാര്യത്തിലും ഇപ്പോൾ മുകേഷ് MLAയുടെ കാര്യത്തിൽ വിഷയം വന്നപ്പോൾ, ആരോപണം ഉയർന്നപ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് എന്താണ്? MLA സ്ഥാനം ഒരു ആരോപണം ഉയരുമ്പോൾ രാജിവെക്കുക എളുപ്പമാണ്, പിന്നീട് ആരോപണം ഇല്ലാതാകുമ്പോൾ അല്ലെങ്കിൽ ആരോപണത്തിൽ നിന്ന് മുക്തനാകുമ്പോൾ തിരിച്ച് MLA ആകുക എളുപ്പമല്ല. അതുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കുക എന്നുള്ളത് അത്ര പ്രസക്തമല്ല, പാർട്ടി അത് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ കാര്യത്തിൽ IC ബാലകൃഷ്ണന്റെ കാര്യത്തിൽ തിരിച്ച് CPM ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പാർട്ടി പ്രായോഗികത വെച്ച് നോക്കുമ്പോൾ ഇതിനപ്പുറം എന്ത് ചെയ്യും ശ്രീ ബാലകൃഷ്ണൻ പ്രിയ? ഈ അടുത്ത കാലത്തായിട്ട് വന്നിരിക്കുന്ന ഒരു പാർട്ടി പ്രവണത എന്ന് പറയുന്നത് MLA മാർക്കും MP മാർക്കും ഒരു പ്രത്യേക നിയമം, മറ്റ് സാധാരണ പാർട്ടി പ്രവർത്തകന്മാർക്ക് പ്രത്യേകിച്ചിട്ട് അവരെ സംരക്ഷിക്കാൻ ഏതെങ്കിലും ഗോഡ് ഫാദർമാർ ഇല്ലാത്തവരെ സംബന്ധിച്ചിട്ട് മറ്റൊരു നിയമം. അതാണ് ഇവിടെ കാണുന്നത്. ഇപ്പം ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് കിട്ടിയ ഒരു അവസരം എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു കാര്യം പറയാം. ഇപ്പം എന്നെ KPCC പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതാണ്. പുറത്താക്കിയതിൻ്റെ പേരിലാണ് ഞാനൊരു കൃപേഷ് ശരത്ലാൽ കേസിലെ 14ാമത്തെ പ്രതിയുടെ ഒരു കല്യാണത്തിൽ, മകൻ്റെ കല്യാണത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. ഞാൻ അന്ന് പറഞ്ഞു 13 വർഷം എൻ്റെ കൂടെ ജോലി ചെയ്ത ഒരാളുടെ അനുജൻ്റെ കല്യാണത്തിലാണെന്നൊക്കെ പറഞ്ഞു. പോട്ടെ, എന്നെ പുറത്താക്കി. ആ പുറത്താക്കിയതിന് ശേഷം നിങ്ങൾക്കറിയാം, ആ കേസിൽ അദ്ദേഹത്തെ നിരപരാധിയാണ് എന്ന് പറഞ്ഞു വിട്ടയച്ചു. സ്വാഭാവികമായും എനിക്കെതിരെയുള്ള നടപടി അവസാനിപ്പിക്കണമല്ലോ. ഞാൻ പല ആവർത്തി KPCC പ്രസിഡന്റിന് കത്ത് നൽകി, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവോട് റിക്വസ്റ്റ് ചെയ്തു, കണ്ടാൽ എപ്പോഴെങ്കിലും കണ്ടുമുട്ടുന്ന മുഴുവൻ നേതാക്കന്മാരോട് അഭ്യർത്ഥിച്ചു. പക്ഷേ അവരെല്ലാം ഭയപ്പെടുന്നത് ഒറ്റ രാജ്മോഹൻ ഉണ്ണിത്താനെയാണ്. കാരണം എന്താ? രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് എൻ്റെ കയ്യിൽ ഇവരുടെ എല്ലാം ജാതകമുണ്ട്, എനിക്കെതിരെ ഒരു അച്ചടക്ക നടപടിയെടുക്കാനോ എൻ്റെ ഒരു അഭിപ്രായത്തെ എതിർക്കാനോ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വം തയ്യാറല്ല. അപ്പോൾ ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് MLA മാരുടെയും MP മാരുടെയും എല്ലാം കയ്യിൽ ഇവരുടെ ജാതകമുണ്ട്. ഈ ജാതകമുള്ള കാലം വരെ ഇവരോടൊരു നീതി, സാധാരണക്കാരനോടൊരു നീതി. ഇതാണ് ഞാൻ പറയട്ടെ, കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ഈ പാർട്ടി ചെയ്യേണ്ടത് എന്താ? ഈ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മകനെ കൊന്നതിന് ശേഷം ആത്മഹത്യ ചെയ്യുമ്പോൾ രണ്ടും കൽപ്പിച്ച് ആ ഒരു തീരുമാനത്തിൽ അതിനകത്ത് പെട്ട ആളുകൾക്കെതിരെ നടപടിയെടുക്കണ്ടേ? പ്രാഥമികമായ നടപടിയെടുക്കണം. അതിനുശേഷം അന്വേഷണം പ്രഖ്യാപിക്കണം. ആ അന്വേഷണത്തിൽ നിരപരാധിയാണ് എന്ന് കണ്ടാൽ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണം. അതല്ലേ ചെയ്യേണ്ടത്? അതല്ലാതെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നൽകുക, അതിനുശേഷം ഒരു 2 പേർ മരണപ്പെട്ട കാര്യത്തിൽ വീണ്ടും ഫൈനൽ ഒരു സംഭവത്തിന് വേണ്ടി കാത്തിരിക്കുക. ഇതെല്ലാം കേരളത്തിലെ കോൺഗ്രസിലല്ലാതെ വേറെ എവിടെയെങ്കിലും സംഭവിക്കുമോ? ആ രീതിയിലേക്കാണ് പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയാണ്. ഇതിനെ ചോദ്യം ചെയ്യാൻ ഈ പാർട്ടിക്കകത്ത് ആളില്ല രീതി വന്നിരിക്കുന്നു. ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഈ പാർട്ടിക്കകത്ത് ഉണ്ടാക്കുക തന്നെ ചെയ്യും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.